ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് 17 ലക്ഷം രൂപ വിലയുള്ള നിഞ്ച ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മകന് മിനി കൂപ്പർ കാർ കൂടി വേണമെന്നുള്ള ഒരു വാശിയുടെ പുറത്ത് പിതാവും മകനും തമ്മിൽ വഴക്ക് കൂടുകയും അത് ദിവസങ്ങളായി കൂടുതൽ കൂടുതൽ രൂക്ഷമാവുകയും ഒടുവിൽ പിതാവ് മകനെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ഒടുവിൽ മകൻ മരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. പണം ഉണ്ടാകുന്നത് അതിൽ തന്നെ തെറ്റൊന്നുമല്ല. എന്നാൽ പണം ഉണ്ടായാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. നമുക്കറിയാം, കിങ് ബി ഡി കമ്പനി മുതലാളിയായിരുന്ന മുഹമ്മദ് നിസാം 5000 കോടി രൂപയുടെ സ്വത്തുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ കാറടിച്ച് കൊന്നതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. പണം ഉണ്ടായി വരുമ്പോൾ അഹങ്കാരവും ഉണ്ടായി വരുന്നു, സഹജീവികളോട് കരുണയില്ലാതായി വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ഈ ഭൂമിയിൽ തന്നെ പണം ഉണ്ടാക്കിയ അവർ തന്നെ നരകയാതന അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് മാത്രം നരകയാതന അനുഭവിച്ചതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നുണ്ടോ? ഇതിന് ശേഷം നിത്യത അവരെവിടെ ചെലവഴിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പലരും എടുക്കുന്നില്ല. ഇന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് പരിശോധിച്ച് നോക്കുവാനായിട്ട് പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളം വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ എബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് എബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇവിടെ വളരെ ധനവാനായ ഒരു മനുഷ്യൻ, അവനെ കുറിച്ച് പറയുന്നത് അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്നു എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഭൂമിയിൽ തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായ മുന്നറിയിപ്പുകൾ നൽകുന്നതാണ്. മുഹമ്മദ് നിസാം എന്ന് പറയുന്ന മനുഷ്യന് 17 ഇറക്കുമതി ചെയ്ത ആഡംബര കാറുകൾ ഉണ്ടായിരുന്നു, എത്രയോ കോടികൾ വിലമതിക്കുന്ന കാറുകൾ. എന്നാൽ ഇപ്പോൾ കാറൊന്നും ഓടിക്കാൻ കഴിയാതെ അദ്ദേഹം ജയിലിനുള്ളിൽ കിടക്കുകയാണ്. അനേക ആളുകളും ചിന്തിക്കുന്നത് പണമില്ലാത്തതാണ് എൻ്റെ പ്രശ്നം, സ്വന്തമായി വീടില്ലാത്തതാണ് എൻ്റെ പ്രശ്നം, സ്വന്തമായി വരുമാനമില്ലാത്തതാണ് എൻ്റെ പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പണം ഉണ്ടായാൽ എല്ലാമായി എന്ന് ചിന്തിച്ച് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ധനവാന്റെയും ലാസറിന്റെയും ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ധനവാൻ ദിനം പ്രതി സുഖിച്ച് ജീവിച്ച ഒരുവനായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു വസ്ത്രമൊക്കെ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ത്തുകാരുടെ കയ്യിൽ കൊടുത്ത് അത് പട്ടും ധൂമ്രവസ്ത്രവും ഒക്കെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പണച്ചെലവുണ്ട്. അവൻ ദിനം പ്രതി ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സുഖിച്ചു വാണ ഒരു മനുഷ്യൻ. തൻ്റെ ജീവിതത്തിന്റെ ഏതാഗ്രഹത്തിനും തനിക്ക് പണമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് കുതിരകളെ സമ്പാദിക്കുന്നതിനോ രഥങ്ങളെ നിർമ്മിക്കുന്നതിനോ ഒക്കെ അവന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ടായിരുന്നു. അവനൊരു ധനവാനായിരുന്നു, ധാരാളം സമ്പത്തുണ്ട്. അവന്റെ ജീവിതത്തിൽ എന്താഗ്രഹം ഉണ്ടെങ്കിലും അവന് അത് സാധിച്ചു കിട്ടുമായിരുന്നു. അവന്റെ വീട്ടിൽ ഇന്ന ഭക്ഷണം വേണമെന്ന് അവൻ പറഞ്ഞാൽ ആ ഭക്ഷണം തയ്യാർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള പരിചാരകന്മാരും വേലക്കാരും കുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അവന്റെ വീടിന്റെ പടിപ്പുരയ്ക്കൽ, അവന്റെ ഗേറ്റിന് വെളിയിൽ ഒരു മനുഷ്യൻ വ്രണം നിറഞ്ഞവനായി കിടക്കുന്നുണ്ടായിരുന്നു. അവനൊരു പേര് മാത്രമേ ഉള്ളൂ, ലാസർ. സ്വന്തക്കാരാരുമില്ല, ബന്ധുമിത്രാദികൾ ആരും ഉള്ളതായിട്ട് കാണുന്നില്ല, സുഹൃത്ത് വലയങ്ങളൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി, ലാസർ എന്ന പേര് മാത്രമുള്ളവനായി ധനവാന്റെ പടിപ്പുരയ്ക്കൽ അവൻ കിടക്കുകയാണ്. ധനവാന് പേരുള്ളതായിട്ട് കാണുന്നില്ല. ധനവാൻ എന്നേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. യേശുക്രിസ്തു പറയുമ്പോൾ ധനവാന്റെ പേര് പറയുന്നില്ല, എന്നാൽ ലാസർ അവന്റെ പേര് പറയുന്നുണ്ട്. അവൻ ഈ ഭൂമിയിൽ വീടില്ല, സ്വന്തമായി നല്ല വസ്ത്രങ്ങളില്ല, സ്വന്തമായി അവന് ആ പേരല്ലാതെ ഒന്നും ഉണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം സാധ്യമല്ല. ഉള്ളത് വ്രണം നിറഞ്ഞ ഒരു ശരീരം. അവൻ എന്തിനാണ് ധനവാന്റെ പടിപ്പുരയ്ക്കലേക്ക് വന്നത്? ഭക്ഷണത്തിനും ക്ഷാമമുള്ള ഒരു സാഹചര്യമായിരുന്നിരിക്കാം. ധനവാന്റെ വീട്ടിൽ നിന്ന് വൈകിട്ട് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്ന വേസ്റ്റുകൾ വെളിയിലേക്ക് തള്ളുമ്പോൾ, നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുമ്പോൾ,
അത് കഴിക്കാമെന്നുള്ള ചിന്തയിലാണ് ഒരുപക്ഷെ ലാസർ ആ ധനവാന്റെ പടിപ്പുരക്കൽ വന്ന് കിടന്നത്. അവിടെ വന്ന് അവൻ ആ ഭക്ഷണം അത് കുറേശ്ശെ ആ കിട്ടുവാനായിട്ട് ആ പരിചാരക കൊണ്ടുവന്ന ആ വേസ്റ്റ് അവിടെ തട്ടുമ്പോൾ അവനേക്കാൾ ആർത്തിയോടെ ചാടി വീഴുന്ന നായ്ക്കൂട്ടം, ആ നായ്ക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് പിടിച്ചു പറിച്ച് അതിൽ നിന്ന് അല്പം ഭക്ഷണം കഴിച്ച് അവൻ വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ കിടന്നു. അവൻ വിശപ്പടക്കാൻ ആഗ്രഹിച്ചു എന്നാ പറയുന്നത്, വിശപ്പടങ്ങിയിട്ടുണ്ടാകുകയില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുമുണ്ട് എന്നുള്ളത് നമുക്ക് മറന്നു കളയുവാൻ സാധ്യമല്ല. ചില വീഡിയോകളെല്ലാം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അങ്ങനെ ദരിദ്രനായ ആ ഒരു മനുഷ്യൻ, അവൻ വ്രണം നിറഞ്ഞവനായി ധനവാന്റെ പടിപ്പുരക്കൽ കിടക്കുകയാണ്. ഒരുപക്ഷെ ധനവാൻ ഇറങ്ങി വരുന്ന ആ സ്ഥലത്തുനിന്ന് കുറച്ച് മാറിയിട്ടായിരിക്കും അവൻ കിടക്കുന്നുണ്ടാകുക. ആ കുപ്പയെല്ലാം കൊണ്ട് തള്ളുന്ന ഇടത്തായിരിക്കും അവൻ കിടക്കുന്നുണ്ടാകുക. ധനവാൻ അതിൽ പോകുമ്പോൾ അവന് ശ്രദ്ധിച്ചിരിക്കാം, എന്നാൽ യാതൊരു പരിഗണനയും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സഹജീവിയോട് അവൻ കാണിച്ചില്ല. ഒരു കരുണയും അവന് തോന്നിയില്ല. അവന്റെ ഒരു ദിവസത്തെ ആ വസ്ത്രത്തിന്റെ പൈസ എടുത്ത് മാറ്റി വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന് മീതിയുള്ള പണത്തിൽ നിന്ന് ഒരല്പം പണമെടുത്ത് ചെലവാക്കിയിരുന്നെങ്കിൽ, ആ സഹജീവിയോട് കരുണ കാണിച്ചിരുന്നെങ്കിൽ അവന് ഒരു ചികിത്സ കൊടുക്കാമായിരുന്നു. ഒരു വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോയി അവന്റെ രോഗത്തിന്, അവന്റെ മാറാവ്യാധിക്ക്, അവന്റെ വ്രണത്തിന് ഒരു ശാന്തി വരത്തക്ക രീതിയിൽ ഒരു ക്രമീകരണം ചെയ്യാമായിരുന്നു. ഒരു മനുഷ്യൻ എന്നുള്ള യാതൊരു പരിഗണനയും ഈ ധനവാനായ മനുഷ്യൻ അവന് കൊടുത്തില്ല. അങ്ങനെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നായ്ക്കൾ വന്ന് ലാസറിന്റെ വ്രണം നക്കും. അങ്ങനെ ഒരു ദിവസം ഈ ലാസർ മരിക്കുകയാണ്. ധനവാനും ആ വിവരം അറിഞ്ഞു കാണും. അവന്റെ പരിചാരകർ ഭക്ഷണം കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ശരീരം ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു മനുഷ്യനെ അവർ കണ്ടു കാണും. തണുത്ത് മരവിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ. അവിടുത്തെ പരിചാരകർക്ക്, ധനവാന്റെ വീട്ടിലെ പരിചാരകർക്ക് പോലും സ്വന്തമായി മുറികളുണ്ട്. എന്നാൽ യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാതെ തണുത്ത് വിറച്ച് ശരീരം കോച്ചിക്കിടക്കുന്ന ഒരു മനുഷ്യനെ അവർ കണ്ടപ്പോൾ അവർ ചെന്ന് തൊട്ട് നോക്കി കാണും, വിളിച്ചു നോക്കി കാണും. ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ വാർത്ത അറിഞ്ഞ് ധനവാൻ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും, എവിടെയെങ്കിലും ഒന്ന് അവനെ എടുത്തുകൊണ്ടുപോയി മറവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും. അവിടെയുള്ള ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലോ തെങ്ങിന്റെ ചുവട്ടിലോ, തെങ്ങുണ്ടോന്ന് അറിയില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ശരീരം ഈ ധനവാന്റെ ആളുകൾ അടക്കം ചെയ്തിട്ടുണ്ടാകും. ധനവാൻ ഒന്ന് വന്ന് കാണുക പോലും ചെയ്തിട്ടുണ്ടാവുകയില്ല. ജീവിച്ചിരുന്നപ്പോൾ കണ്ടില്ല, പിന്നെ എന്തിനാണ് മരിക്കുമ്പോൾ കാണേണ്ട കാര്യം. എന്നാൽ മരിച്ചപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് എടുത്തുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ലാസറിന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് എടുത്തുകൊണ്ടുപോയി. ഏറെ നാൾ കഴിഞ്ഞില്ല, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ കാര്യം പറയുമ്പോൾ അവിടെ കൂടി വന്നിരുന്ന ജനത്തിന് ഒരു വലിയ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ ആത്മാവ് ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. അവന് സമൂഹത്തിലെ ഒരു ഉന്നതമായ നിലയിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മെത്രാന്മാരും ഷമ്മാശന്മാരും തിരുമേനിമാരും രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം വന്ന് ആ ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തു. അത് കേട്ട അവന്റെ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു, അച്ചാച്ചന്റെ മരണം ഒരു ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണമായിരുന്നു. എന്തുമാത്രം ജനങ്ങളാണ് വന്നുകൂടിയത്, എന്തുമാത്രം നേതാക്കന്മാരാണ് വന്നുകൂടിയത്, എന്തുമാത്രം തിരുമേനിമാരും അൽമായന്മാരും എല്ലാവരും വന്നുകൂടി. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണമായിരുന്നു എന്ന് ഈ ഭൂമിയിൽ വെച്ച് ആ ധനവാനെ വാഴ്ത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ അവന്റെ ആത്മാവിനെ ദൂതന്മാരെ എടുത്തുകൊണ്ട് പോയെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ആത്മാവ് നേരെ പോയത് പാതാളത്തിലേക്കാണ്. പാതാളത്തിൽ ചെന്ന് അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ്. പാതാളം താഴെയും പർദീസ് മുകളിലുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാതാളത്തിൽ കിടന്ന് നരകയാതന അനുഭവിക്കുമ്പോൾ അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ആത്മീയ ശരീരത്തിൽ അവൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചു പോകില്ലോ. നമ്മളൊരു മനുഷ്യൻ ഒരു തീജ്വാലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അയാൾ കുറെ കഴിയുമ്പോൾ മരിച്ചു പോകും. എന്നാൽ ഇവിടെ ആത്മീയ മനുഷ്യന് മരണമില്ല. അവൻ തീജ്വാലയിൽ കിടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇതാ അബ്രഹാം പിതാവിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരവുമായിട്ട് അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടപ്പോൾ ധനവാൻ തിരിച്ചറിഞ്ഞു. അവിടെയുള്ള മനുഷ്യരെല്ലാം തിരിച്ചറിയുവാനുള്ള പ്രത്യേകമായുള്ള കഴിവ് ആ ആത്മീയ ശരീരത്തിനുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ ധനവാൻ പറയുകയാണ്,
അബ്രഹാം പിതാവേ, ലാസറിനെ എൻ്റെ അടുക്കിലേക്ക് ഒന്ന് അയക്കണമേ. എൻ്റെ നാവ് ഈ ജ്വാലയിൽ കിടന്ന് പൊള്ളുകയാണ്. ഒരു തുള്ളി വെള്ളം അവൻ്റെ കൈകൊണ്ട് ഒന്ന് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുവാൻ അവൻ എൻ്റെ അടുക്കിലേക്ക് ഒന്ന് അയക്കണമേ. ഈ ഭൂമിയിൽ വെച്ച് ലാസറിനെ കാണുമ്പോൾ തുപ്പുകയും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ആ വ്രണം നിറഞ്ഞ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ഇഷ്ടപ്പെടാതിരുന്ന ധനവാൻ ഇപ്പോൾ ജ്വാലയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, അബ്രഹാം പിതാവേ, ലാസറിനെ ഒന്ന് അയക്കണമേ, എന്നോട് കനിവ് തോന്നണമേ, എന്നോട് കനിവ് തോന്നണമേ. അവനെ ഒന്ന് അയച്ച് അവൻ്റെ കൈവിരൽ കൊണ്ട് എൻ്റെ തൊണ്ടയെ ഒന്ന് തണുപ്പിക്കുവാൻ അവനെ നയിക്കണമേ എന്ന് പറയുകയാണ്. അബ്രഹാം പിതാവ് പറഞ്ഞു, മകനെ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഒരു വലിയ പിളർപ്പുണ്ട്. ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരുവാൻ കഴിയില്ല, അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരുവാനും കഴിയുകയില്ല. ഈ ഭൂമിയിൽ വെച്ച് ഒരു കനിവും ലാസറിനോട് ധനവാൻ കാണിച്ചില്ല. ഇപ്പോൾ ധനവാൻ ലാസറ് ഒരു കനിവ് കാണിക്കാൻ വേണ്ടി അബ്രഹാം പിതാവിനോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ധനവാന്റെ അടുത്ത ചോദ്യം, ശരി, ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ, എന്നാൽ ദയവ് ചെയ്ത് ലാസറിനെ എൻ്റെ വീട്ടിലേക്കൊന്ന് അയക്കണം. കാരണം അവരും ഇങ്ങോട്ട് തന്നെയാണ് വരാൻ പോകുന്നത്, അവരും ഈ ജ്വാലയിലേക്കാണ് വരാൻ പോകുന്നത്, അവരും ഈ നരകത്തിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. കാരണം അവരൊന്നും മനസാന്തരപ്പെടാത്തവരാണ്. അതുകൊണ്ട് ലാസറ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായിട്ട് അവനൊന്ന് ചെന്ന് അവൻ്റെ സാക്ഷ്യമെന്ന് പറയുമ്പോൾ അവർ മാനസാന്തരപ്പെടും, അവരെങ്കിലും ഈ ജ്വാലയിലേക്ക് വരാതിരിക്കുമല്ലോ എന്ന് ഈ ധനവാനായ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കരുണ തോന്നുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു കരുണയും തോന്നാതിരിക്കുന്ന അവനിപ്പോൾ അവൻ്റെ സഹോദരന്മാരെ കുറിച്ചുള്ള ഭാരം തോന്നുകയാണ്. ഞാൻ കിടന്ന് അനുഭവിക്കുന്ന ഈ യാതനാ സ്ഥലത്തേക്ക് എൻ്റെ സഹോദരന്മാരും വന്നു ചേരുമല്ലോ എന്നുള്ള അവൻ്റെ ഒരു വിഷമ നിമിത്തം അവൻ അബ്രഹാം പിതാവിനോട് പറയുകയാണ്, ലാസറിനെ അങ്ങോട്ടൊന്ന് അയച്ച് ഈ വിഷയത്തിന്മേൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അവൻ പറയുകയാണ്. സ്വന്തം കുടുംബത്തിനും സ്വന്തം സഹോദരന്മാർക്കും സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു വന്ന മനുഷ്യൻ ഇപ്പോൾ നിത്യ നരകത്തിൽ യാതന അനുഭവിക്കുകയാണ്. ഇബ്രാഹാം പിതാവ് പറഞ്ഞു, അവിടെ അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. ആ സമയത്ത് മോശയും പ്രവാചകന്മാരും മരിച്ചുപോയി. എന്നാൽ മോശയും പ്രവാചകന്മാരും എഴുതിയ വിശുദ്ധ തിരുവെഴുത്ത് അവിടെയുണ്ട്. ഒരു ദരിദ്രനെ എങ്ങനെ കരുതണം, ഒരു ദരിദ്രനെ എങ്ങനെ പരിഗണിക്കണം, ഒരു ദരിദ്രനോട് എങ്ങനെ കരുണയുള്ളവനായിരിക്കണം എന്നെല്ലാം തിരുവെഴുത്ത് ദൈവം വളരെ വ്യക്തമായിട്ട് ധനവാന്മാരോട് പറഞ്ഞു പഠിപ്പിക്കുന്നതായിട്ടുള്ള വചന പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാരെഴുതിയ പുസ്തകങ്ങളൊക്കെ അവിടെയുണ്ട്. അത് കേട്ട് മാനസാന്തരപ്പെടാത്ത ഒരുത്തൻ ലാസർ സ്വർഗത്തിൽ നിന്ന് പർദീസയിൽ നിന്ന് അവിടെ ചെന്ന് പറഞ്ഞാലും മാനസാന്തരപ്പെടുകയില്ല എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് ഒരു വീടില്ലാതെ വിഷമിക്കുന്ന ഒരാളാണോ? നീ ഇന്ന് സ്വന്തമായി ഒരു വരുമാനമില്ലാതെ വിഷമിക്കുന്ന ഒരാളാണോ? എന്നാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ തലമുറയിലെ ഈ ഭൂമിയിലെ കഷ്ടം പെട്ടെന്ന് മാറിപ്പോകും. എന്നാൽ ഒരു നിത്യത നിനക്കായിട്ട് ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. നീ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഒരു നിത്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എന്നാൽ ധനവാന്മാരായിട്ടുള്ള മനുഷ്യരോട് എനിക്ക് പറയുവാനുള്ള കാര്യം, നിങ്ങൾക്ക് ദൈവം ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ ഇഷ്ടം പോലെ സ്വത്തും സമ്പത്തുകളും തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ആഡംബരത്തോടെ സുഖിച്ച് നിങ്ങൾക്ക് മാത്രം വേണ്ടി ജീവിക്കാനുള്ളതല്ല. നിങ്ങളുടെ സഹജീവികൾ എത്രയോ പേർ കഷ്ടപ്പെടുന്നു, എത്രയോ പേർ സ്വന്തമായി വീടില്ലാതെ, സ്വന്തമായി ഭക്ഷണ സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുന്നു, വേദനപ്പെടുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ നിത്യനരകത്തിൽ കിടന്ന് നിങ്ങൾ വിലപിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അനേക ആളുകളും ചിന്തിക്കുന്നത് പണമുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്ന മനുഷ്യരോട് തിരുവെഴുത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 48-49, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, രാവും പകലും അവർ ദണ്ഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് കൂടി വന്നാൽ 100-120 വർഷം ജീവിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചെലവഴിക്കും? കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിന്മേൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. നിങ്ങൾ എത്ര കൊടും പാപിയായിരുന്നാലും നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ച് ഇന്നുവരെ നിങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിലും ഇന്ന് നിങ്ങളുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കുമെങ്കിൽ, കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നീ ഭൂമിയിലേക്ക് വന്നു, മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ യേശുക്രിസ്തുവിനോട് പറയുമെങ്കിൽ, യേശുവെ, ഇന്ന് മുതൽ എൻ്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പറയുമെങ്കിൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും, അവിടെ നിങ്ങൾ നിത്യത മുഴുവൻ ദണ്ഡനം അനുഭവിക്കേണ്ടതായിട്ട് വരും. 100-120 വർഷമല്ല, യുഗങ്ങളോടും അവിടെ കിടന്ന് നരകത്തിൽ കിടന്ന് നിങ്ങളുടെ ആത്മീക ശരീരം പീഡിപ്പിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ യേശുവിലേക്ക് തിരിയുമെങ്കിൽ
നിങ്ങൾക്കൊരു വലിയ രക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു. ബൈബിൾ പറയുന്നു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. ഇത് ഭയങ്കരമായ ഒരു രക്ഷയാണ്. ഈ രക്ഷയിലേക്ക് വരുവാൻ തക്കോണം ഇന്നത്തെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളൊരു ധനാഢ്യനായിരിക്കാം, നിങ്ങളൊരു സാധാരണക്കാരനായിരിക്കാം, നിങ്ങൾ ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഒന്ന് ഓർത്തുകൊള്ളുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിത്യമായ സ്വർഗത്തിന്റെ ഓഹരിക്കാരനായിട്ട് മാറും. എന്നാൽ നിങ്ങൾക്ക് എത്രമാത്രം ധനമുണ്ടെങ്കിലും, എത്രമാത്രം സമ്പത്തുകളുണ്ടെങ്കിലും, എത്ര തലമുറയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുവാനുള്ള സമ്പത്തുകൾ നിങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും നിങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കഴിയുകയില്ല. നിങ്ങൾ വെറും കൈയായിട്ട് തന്നെ മടങ്ങിപ്പോകേണ്ടതായിട്ട് വരും. എന്നാൽ നിങ്ങളുടെ ആത്മീയ ശരീരം, നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവം തന്ന വചനപ്രകാരം ജീവിച്ചില്ല എങ്കിൽ, ദൈവത്തിന് ഒത്തവണ്ണം നിങ്ങൾ പെരുമാറിയില്ല എങ്കിൽ നിത്യമായ നരകം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ കെടുന്നില്ല. നിങ്ങൾ നിത്യദണ്ഡനത്തിന് ഓഹരിക്കാരായിട്ട് തീരും. അതുകൊണ്ട് പണക്കാരായിട്ടുള്ള ആളുകളോട് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വെള്ളിയും പൊന്നും എല്ലാം കറപിടിച്ചു പോകും. നിങ്ങൾ സമ്പാദിച്ചു വെച്ചതെല്ലാം വെറുതെ ആയി തീരും. എന്നാൽ നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുമോ, നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുമോ, എങ്കിൽ നിങ്ങൾക്കൊരു നിത്യത നിങ്ങൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. പാതാളത്തിലേക്ക്, നരകയാതന അനുഭവിക്കുന്നിടത്തേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് ദൈവമക്കളോടൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടും ഒരു നിത്യത മുഴുവൻ ജീവിക്കുവാൻ തക്കോണം ഇന്നത്തെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടുവാൻ തക്കോണം, സഹജീവികളോട് കരുണ കാണിക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ, ആമീൻ.